മാലതി, മാലതി, മാലതി. വരൂ ചേട്ടാ. ചേട്ടനെ പോലുള്ളവർ ഇനി ഇവിടെ വരാൻ പാടില്ല. അങ്ങനെ നോക്കാതെ ചേട്ടാ. ഞാൻ എന്താ ഉടുതുമില്ലാതിരിക്കുകയാണോ? ചേട്ടനോട് ഞാൻ കാശ് വാങ്ങിക്കില്ല. ഞാൻ ചേട്ടനെ നന്നാക്കാൻ ശ്രമിച്ചു, ചേട്ടൻ എന്നെയും. പക്ഷെ എന്ത് ഫലം? ആഗ്രഹങ്ങൾക്ക് ഉണ്ടല്ലോ ഒരതിര്. ഈശ്വരൻ തലയിൽ എഴുതിപ്പോയില്ലേ. ദൈവത്തിന് പോലും ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ നടക്കും നമ്മുടെ കല്യാണം? അതല്ലേ തക്ക സമയം നോക്കി നിങ്ങളെ ജയിലിലേക്ക് അയച്ചിട്ട് എന്നെ വീണ്ടും ദൈവമാണോ വീണ്ടും ഇതിലേക്ക് അയച്ചത്? നാണമില്ല ഇങ്ങനെ പറയാൻ. എന്നാൽ നിങ്ങളാണ് വാങ്ങിയ കടം തിരിച്ചടയ്ക്കാതെയാണ് നിങ്ങൾ ജയിലിലേക്ക് പോയത്. ആ കടം ഞാൻ തിരിച്ചടച്ചു. എങ്ങനെ? വീണ്ടും സമ്പാദിച്ചു എന്ന് പറഞ്ഞ പോരെ? അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് ഞാൻ ആ കടം വീട്ടി. വേണ്ട ചേട്ടാ, വീണ്ടും അതും ഇതുമൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ വളർത്തണ്ട. പക്ഷേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ഓർമ്മയിൽ അതൊരു സുഖസ്വപ്നം പോലെ കിടക്കും. കൂടിപ്പോയാൽ 8-10 കൊല്ലം കൂടി. മാർക്കറ്റുള്ളവരെ അങ്ങനെ കഴിഞ്ഞുകൊള്ളൂ. നമ്മുടെ കുഞ്ഞെവിടെ? കുഞ്ഞോ? ഗോപിയോട് പോയി ചോദിച്ചു നോക്കൂ. ഗോപിയോടോ? അതെ, ആ ദ്രോഹിയല്ലേ എന്റെ കുഞ്ഞിനെ കൊന്നത്. എന്താ മാലതി പറയുന്നത്? ഗോപി നമ്മുടെ കുഞ്ഞിനെ കൊന്നുണ്ടോ? ഗർഭിണിയായിരുന്ന എന്നെ ചേട്ടന്റെ മുമ്പിൽ വെച്ചല്ലേ ആ ദുഷ്ടം നശിപ്പിച്ചത്. അത് കഴിഞ്ഞ് ചേട്ടൻ ജയിലിൽ പോയി. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ ജീവനില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം, തന്റെ ആരാണെന്ന് ആർക്കും യാതൊരു സംശയവും തോന്നാത്ത മാതിരി കുഞ്ഞ് ചേട്ടനെ പകർത്തി വെച്ചതുപോലായിരുന്നു. അടുത്ത ജന്മത്തിലെങ്കിലും ദൈവം നമ്മളെ ഒന്ന് ചേർക്കട്ടെ. പക്ഷെ ഗോപിയെ പോലുള്ള ദുഷ്ടന്മാരുള്ളവരെ നമുക്കൊരുമിച്ച് ജീവിക്കാൻ കഴിയില്ല ചേട്ടാ. ഒരുമിച്ച് കഴിയാൻ വേലോട്ടാ, വേലോട്ടൻ എപ്പോ വന്നു?
ചേട്ടാ 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 എപ്പോ വന്നു ചേട്ടാ? ചേട്ടാ, വേലുവേട്ടൻ ജയിലിൽ നിന്ന് എപ്പോ തിരിച്ചു വരുമെന്ന് ഗോപിയേട്ടൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല, വളരെയധികം മാറിയിട്ടുണ്ട്. ചേട്ടാ, ഞങ്ങളുടെ കല്യാണക്കാരിയൊന്നും അറിഞ്ഞില്ലല്ലോ. ചേട്ടനോട് മാപ്പ് ചോദിക്കാനാണ് അന്ന് ജയിലിൽ വന്നത്. പക്ഷേ ചേട്ടൻ കാണാൻ പോലും സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് കത്ത് കൊടുത്തു വിട്ടത്. ചേട്ടൻ അതുപോലും വായിച്ചില്ലല്ലോ. ചേട്ടാ, എനിക്കിപ്പോൾ 3 മാസമാ. എന്നെ ചേട്ടൻ അനുഗ്രഹിക്കണം. ചേട്ടൻ എന്തിനാ കരയുന്നത്? ഞാൻ എന്റെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതല്ലേ. ദാ, 1 മിനിറ്റ് ഇരിക്കൂ. ഇപ്പൊ കുളി കഴിഞ്ഞു കാണും. ഞാൻ വിളിച്ചോണ്ട് വരാം. മര്യാദയ്ക്ക് കാശെടുത്തോ, ഇല്ല നിന്റെ മാനം കെടുത്തി കളയും. കൈയെടുക്കടി. ആദ്യം കാശെടുക്കടാ, പിന്നെ കൈയെടുക്കാം. കേട്ടോ സാറന്മാരെ, എന്റെ അടുക്കൽ പല്ലും കാണിച്ചു വന്നിട്ട് എന്നെ പറ്റിച്ച് കാശ് കൊടുക്കാതെ പോകാൻ നോക്കുന്നു. തണ്ടി, എടാ പട്ടി. അല്ല സാറ് തന്നെ ഒന്ന് ചോദിക്കണം. കാശില്ലെങ്കിലേ മൂടിപ്പാച്ചടന്ന് ഉറങ്ങണം. പെണ്ണു പിടിക്കാൻ നടക്കുന്നു കാശില്ലാതെ. ഇവരെ പിടിച്ച് വണ്ടി കയറ്റ്. ആ ശരി, കൊണ്ടുപോയി നല്ല 4 ഇടി കൊടുക്കണം സാറേ. നീ നടക്ക്. അല്ല, ഞാൻ വന്നേക്കാം. ഇതുപോലെ 4 പേരുണ്ടെങ്കിൽ എന്റെ കച്ചവടം പൊളിഞ്ഞത് തന്നെ. വ്യഭിചാര കുറ്റത്തിന് ആണുങ്ങളെ പിടിക്കാറില്ലല്ലോ. വേലുവേട്ടൻ ഞാൻ ഗോപിയെ കൊന്നു. കൊന്നോ? കൊള്ളാം. ഇനിയെങ്കിലും നമുക്കൊരുമിച്ച് ജീവിക്കാമെന്നായിരിക്കും അല്ലേ?